എല്ലാ കുഞ്ഞാപ്പോ എന്താ ജി കുട്ടികളെ കൊടക്കാറ്റ് വന്ന് ഇവിടെ തിരിഞ്ഞളിക്കണ്? എന്റെ കൊടയാണ്. സ്കൂൾ കുട്ടികളെ ചെറിയ കുട്ടികളെ കൊടായിട്ടുണ്ട്. ഞാൻ അവിടെ ഒരു കുട്ടിയുടെ കൊട എടുത്ത് കണ്ടിട്ട് ഭയങ്കര പ്രശ്നം ചെയ്യുന്നു. ഇത് എവിടുന്ന് കിട്ടി? ഇതൊക്കെ ഉമ്മ മേടിച്ചെന്നാണ്. ഞാൻ ഇന്നാ തന്നെ എന്നോട് പറയാനീ ഓരോരുത്തർ കൊട കൊടുന്നു അറിഞ്ഞിട്ട് എന്താണ് ആ ചെക്കന്മാരൊക്കെ എന്നെ തല്ലാൻ വന്നിക്കണ്. ഞാൻ ഓരോ കൊട എടുത്തില്ലട്ടാ, എന്റെ കൊട മാറിയതാണ്. മാറിയെടുത്താണ് എന്നോട് പറയാനേ ഞാൻ ഇവിടെ മാങ്ങ ഉണ്ടാ നോക്കടാ. അതില് മൂച്ചിണ്ടായില്ലേ മാങ്ങ? ഈ മൂച്ചല്ലേ മൂച്ചൊന്നല്ല, വേറെന്തോ ഒരു മരാണ്. അതിന് മാങ്ങന്റെ കാലം കഴിഞ്ഞില്ലല്ലോ. എത്രമോരം മാങ്ങ ഉണ്ടായിരുന്നില്ലേ? മക്ക കഴിഞ്ഞില്ലേ? തിന്ന് തീർത്തില്ലേ ജി? ഞാൻ കൊറേ വെള്ളം നിറച്ച് തിന്നിക്കണു. പറ്റിക്കും ചെയ്തു ഓമക്കാരി കൊടുക്കാന്ന് പറഞ്ഞിട്ട്. അല്ല ആകെ പോട്ടെ ജന്തപ്പന് ഏറിഞ്ഞിട്ട് ഇവിടെ വന്നിക്കണ്. വീടുണ്ടോ മഞ്ഞോളാര്? ആ ചെക്കന്മാരാണ് ഇന്നെ എറിഞ്ഞത്. ഏറ് എറിഞ്ഞിട്ടാണ്. അല്ല ഏറിഞ്ഞിട്ട് പറഞ്ഞു ഒറ്റക്ക് വന്നിക്കിടുന്ന്. ഞാൻ അതന്നെ മാങ്ങണ്ട നോക്കിയതാണ്. മാങ്ങല്ല ഇല്ലല്ലേ? ഞാന് അവിടെ ഒരു ഭയങ്കര മഴയല്ലേ ഇന്ന്. അപ്പൊ ഉമ്മ അറിഞ്ഞ് പനിയും പൊടിച്ചിട്ട് കിടക്കണ്ട, ഒരിക്കലും പോകുമ്പോ കൊട കെടുത്തോണ്ട് അറിഞ്ഞു. മഴ കൊട മഴ മാറിയടാ. മഴ എന്താ വരാത്തില്ലേ? എന്റെ കൊട കണ്ടാ മഴ ഉള്ളോടുന്ന് പോകും. ഈ കൊട ചൂടുന്നത് മഴ വരുന്നില്ലട്ടാ. എന്താ ചെയ്യാ? മഴ എന്താ വരാത്ത? എന്താ വരാന്ന് ഞാൻ എന്താ പറയാ, ഇങ്ങോട്ട് അവിടെ ആ പൊന്തേല് നിൽക്കണ്ട, പറയാൻ പറ്റൂല. പാമ്പിന്റെ കാര്യമൊന്നും ഇപ്പൊ നമുക്കേ ഉറപ്പറയാൻ പറ്റില്ല. എന്റെ വർത്താനത്ത് ഇങ്ങനെ പോണ് കുഞ്ഞാപ്പോ. സന്തോഷാണ് ഈ മാസം. അമ്മ പറഞ്ഞു ഇനി 8-ാം തീയതി ഒരു കല്യാണം ഉണ്ടാത്രേ. എന്തായാലും 2-ാമത്തേല് അത്രേ. അപ്പൊ അവിടെ നിറച്ചു പിരിഞ്ഞിട്ടൂലേ? അങ്ങോട്ട് പോണോ? പിന്നെ ഉമ്മ പറഞ്ഞു ഇവിടെ അങ്ങാടിയിൽ എന്താ 21-ാം തീയതി ഒരു കല്യാണം ഉണ്ട് പറഞ്ഞു. അപ്പൊ ഈ മാസം ഫുള്ള് കല്യാണമല്ലേ? അത് കിട്ടും. ഇനിയിപ്പോ നാളെ ഒരു കുട്ടൂസം ഉണ്ട്, ബിരിയാണി കിട്ടും. ഈ മാസം ഇങ്ങനെ കുസലായില്ലേ? കുസലായി. നമ്മോട് കല്യാണം പറഞ്ഞിട്ടില്ല. എന്നോട് പറഞ്ഞില്ല? എന്നോട് പറഞ്ഞിട്ട് വേഗം പോയിട്ടാവും. അഭിമാനമുള്ള ആൾക്കാരാണ്. പറയാനായിട്ടില്ല. പറയാനാണ്. അത് പറഞ്ഞവർക്ക് മനസ്സിലായിണ്ടാവും അല്ലേ? തൊഴിലുറപ്പിന് പെണ്ണുങ്ങൾ അറിയാലോ. ഇന്റെ അമ്മ ആദ്യം തൊഴിലുറപ്പിന് പോയത്രേ. അപ്പൊ പെണ്ണുങ്ങൾ അറിയാ കുഞ്ഞാപ്പൂന്റെ അമ്മ ഇല്ല വിവാത്താത്ത. ഓരോട് പുതിയ പെണ്ണുങ്ങളോട് പറയാ എന്താ ഇന്റെ വായില നാവ്, ഇന്റെ അമ്മക്ക് എന്ത് വായില നാവ് അത്രേ. എന്നിട്ട് പറയാ എന്താണ് കാണുമ്പോ പാവം പോയിക്കൂ. അതിങ്ങനെ തൊള്ളേന്ന് ഇങ്ങനെ വായിലാവ് ഇട്ട ഭയങ്കര വായില നാവാണ്. ഓർക്കും നാവൊക്കെ ഉണ്ട്, എനിക്കും നാവില്ല. ഇല്ലാത്തവരുണ്ട്. വേണ്ട വായില നാവ് ഉണ്ടെന്നത് നോക്കണ്ട. കുറ്റം പറച്ചിലൊക്കെ എല്ലായിടത്തും ഉണ്ട്. ഇല്ലാത്ത സ്ഥലങ്ങളില്ല. ഞാൻ കേട്ടതാണ്. അപ്പൊ ഞാൻ പറയും ഇന്റെ അമ്മാന്റെ നാവ് പോലെ നിങ്ങൾക്കും ഇല്ലേ? ഞാൻ നല്ലാണ്ട് ആട്ടി. അപ്പൊ ഒരു തള്ള പറയാ, ചേച്ചി തള്ള പറയാളെ എന്നോട്, അതിനോട് പറയാള അമ്മാന്റെ അല്ലേ ബാക്കി എനിക്ക് വായനാവ് കൂടുതലാണ്. ഇക്കാകെ ഒരു നാവോളൂ ഇല്ലേ? 2-3 ഇല്ലല്ലോ. അവര് പറയാ എനിക്ക് വായിലാവ് കൂടുതലാണ്. ഇത് മോനെ ഞാൻ കൊറേ കണ്ണാടി എടുത്ത് നോക്കി, ഇനി ഇതിന്റെ ഉള്ളിലേക്ക് 2-3 ഉണ്ടാച്ചിട്ട്. അത് ഇമ്മാനോട് പറഞ്ഞപ്പോ ഉമ്മ അറിയാ ആരാണത് പറഞ്ഞത്, ആരാണ് പറഞ്ഞത്? ഉമ്മ ഉണ്ട് മോനെ അവിടെ നിന്ന് എടുന്ന് ചീറി പൊളിക്കുന്നുണ്ട്. ഞാനിത് അറിയില്ല. എന്തായാലും എനിക്ക് ലോകവീരൊക്കെ അറിയാം അല്ലേ? എല്ലാവരും നടക്കണമൊക്കെ. ഞാൻ ഉമ്മാനോട് പറഞ്ഞില്ല. സാവിത്രി ചേച്ചിയാണ് പറഞ്ഞത്, ഉമ്മാനോട് പറഞ്ഞിട്ടില്ലട്ടാ. ഞാനിട്ട് അതിന് മറ്റേ ചേച്ചി ഉണ്ടല്ലോ, പുഷ്പ ചേച്ചി അന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഉമ്മാട് പറയും സാവിത്രി ചേച്ചി അല്ലട്ടാ പറഞ്ഞത്, പുഷ്പ ചേച്ചിയാ പറഞ്ഞത്. സാവിത്രി ചേച്ചി ഉമ്മാക്ക് നാവ് കുറച്ചേന്ന് പറഞ്ഞിട്ടോളൂ പറഞ്ഞു. അങ്ങനെ ഉമ്മാരോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നമാവില്ലേ സാവിത്രി ചേച്ചിനാക്കിട്ട്? ഞാൻ പറയും ഇമ്മാക്ക് 2 നാവുണ്ടെന്നാ സാവിത്രി ചേച്ചി പറഞ്ഞിരുന്നത്. അതിന് ഉമ്മാക്ക് നാവ് കൂടുതലായിട്ടുണ്ടെങ്കിലേ ഇമ്മ എന്റെ ഉമ്മാനെ എനിക്ക് ശരിക്കറിയില്ല. സാവിത്രി ചേച്ചിന്റെ അടുത്ത് പോയി തല്ലുണ്ടാക്കും പറഞ്ഞു. ഇമ്മക്ക് അങ്ങനെ പറഞ്ഞിട്ടില്ല, 2 നാവ് കൂടുതലാന്ന് പറഞ്ഞിട്ടുള്ളൂ. അതിന് ഇമ്മ ഇനി പറയാത്ത ഒന്നുമില്ല.
കൊച്ചങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞ ഇനി ഇത് വരച്ച കൊച്ചങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് അന്ന് എന്നോട് പറഞ്ഞു കുഞ്ഞാപ്പോ ഞാനിപ്പോ പറയാനും പിടിക്കാനും നിക്കണില്ല നീ ഈ പേര് അന്ന കൊച്ചങ്ങൾ എന്തെങ്കിലും പറയണ്ടാന്ന് പറഞ്ഞൊന്നുമില്ല കൊച്ചങ്ങള് പാവങ്ങളാണ് ഇമ്മാക്ക് എന്താ അറിയാ ഇടയ്ക്ക് പറയുകളും ഉമ്മാന്റെ മരിക്കുന്നാവുണ്ട് അല്ലാതെ വേറെ ഒന്നും പറ്റില്ല അതല്ലേ പറഞ്ഞിട്ടുള്ളൂ പോട്ടെ. പിന്നെ ഉമ്മ എന്താ കാട്ടുന്നു? ഉമ്മ ആ സ്ഥലത്ത് അടക്ക പോവും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി നടക്കുന്നുണ്ട് ഉമ്മാനിപ്പ അഞ്ച് കാണില്ലല്ലോ കാണില്ല അങ്ങനെ കാണണ്ട ഇമാക്ക് പനിയൊക്കെ ഉണ്ടടാ പനിയൊക്കെ എനക്ക് പകരണ്ട കേട്ടാ പറഞ്ഞത് നമ്മളോട് ചായയും കടിയൊക്കെ ഉണ്ടാവും മണ്ണം നിർത്തോണ്ടില്ല അപ്പം പറഞ്ഞില്ലേ പറഞ്ഞില്ലേ പാവാ ഇവിടെ കുഞ്ഞാപ്പ് വെച്ചാതെ കിടക്കണെന്ന് അന്ന് നെല്ലിച്ചാത്തോടന്ന് ബിരിയാണി പറഞ്ഞിന്ന് ഉമ്മാക്ക് സൂത്രം മനസ്സിലായിട്ടില്ല ഞാനാ പറഞ്ഞത് ഉമ്മ വാ വരുന്നുണ്ട് അങ്ങനെ അങ്ങോട്ട് ഉമ്മ അങ്ങനെ പറഞ്ഞതാ. എന്നായിക്കോട്ടെ ഇവിടെ ഇരിക്കാണിരുന്നോ ഇത് കേട്ടിട്ടേ ഇരിക്കൊന്നുമില്ല ഈ കൊട ചോട്ടി ഞാൻ പോവാണ്.